PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ത്യയിലെ പക്ഷി സങ്കേതങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ പക്ഷി സങ്കേതങ്ങൾ നമ്മൾ കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കാം, പക്ഷി സങ്കേതങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ കണക്ഷൻസ് പറയും. അപ്പോൾ ഈ കണക്ഷൻസും കോഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസും അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമിനോട് അടുക്കാറായി, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കോഡ് വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എക്സാം ടൈമിൽ 4 ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ പിക്ക് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കണക്ഷൻസ് പറയുന്നത്. ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് തോന്നിയാലും ചിലപ്പോൾ എക്സാം ടൈമിൽ അത് ഓർമ്മ വന്നാലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കണക്ഷൻസ് പറയുന്നത്, കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ കണക്ഷൻസും കോഡ്സും ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കാം, സമസ്പൂർ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യുക? സമസ്പൂർ അല്ലെ, സമസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സമസ്യ എന്നെടുത്തൂടെ? സമസ്യ അല്ലെ, സമസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശ്നോത്തരി, ക്വിസ്, അങ്ങനെയുള്ള അർത്ഥമാണ്. അപ്പോൾ സമസ്യക്കൊക്കെ നമ്മൾ എന്താണ്? ഉത്തരമാണ് അല്ലെ കണ്ടെത്തുന്നത്. സമസ്യക്കൊക്കെ നമ്മൾ ഉത്തരമാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ സമസ്യക്ക് ഉത്തരം കണ്ടെത്തണം അല്ലെ. അപ്പോൾ സമസ്യ ഉത്തരം അതുമായിട്ട് കണക്ട് ചെയ്താൽ സമസ്പൂർ ഉത്തർപ്രദേശിലാണ് എന്നുള്ളത് നമുക്ക് കിട്ടും അല്ലെ. സമസ്യ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സമസ്യക്ക് ഉത്തരമാണ് വേണ്ടത്. അപ്പോൾ ഉത്തർപ്രദേശ് കിട്ടുമല്ലോ. അടുത്തത് നോക്കാം, ഭരത്പൂർ രാജസ്ഥാനിലാണ്. ഭരത്പൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക? ഭരത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭാരതം ഓർക്കാം അല്ലെ. ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണല്ലോ അല്ലെ. ഭാരതം നമ്മുടെ രാജ്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഭരത്പൂറും രാജസ്ഥാനും ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഭാരതം രാജ്യം എന്നുള്ള രീതിയിൽ ഭരത്പൂർ രാജസ്ഥാനുമായിട്ടൊന്ന് കണക്ഷൻ കൊടുക്കുക. അടുത്തത് നോക്കുക, പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് കേട്ടോ. ലക്ഷദ്വീപിലാണ് പിറ്റി പക്ഷി സങ്കേതം. അപ്പോൾ ഇത് പിറ്റി എന്ന് പറയുന്നത് നമുക്ക് പെട്ടിയായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടാണ്. വേറെ ഒരു വേർഡും അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ പിറ്റി എന്ന് പറയുമ്പോൾ പെട്ടിയായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ പെട്ടിയിലൊക്കെയാണ് നമുക്ക് ലക്ഷക്കണക്കിന് രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു പെട്ടിയിലാക്കി വയ്ക്കും എന്നുള്ള രീതിയിൽ പിറ്റിയും ലക്ഷദ്വീപുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. പെട്ടി അല്ലെ, ലക്ഷക്കണക്കിന് രൂപയിട്ട് നമ്മൾ പെട്ടിയിലാണ് ആക്കി വെക്കുന്നത് അല്ലെ, പെട്ടിയിൽ. അപ്പോൾ പിറ്റി പക്ഷി സങ്കേതം ലക്ഷദ്വീപിലാണ് എന്നുള്ള ചെറിയ കണക്ഷൻ കിട്ടിയോ? അടുത്തത് നോക്കാം, ചന്ദ്രശേഖർ ആസാദ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ നമ്മൾ ചന്ദ്ര വെച്ചിട്ടുള്ളത് നമ്മൾ മുന്നേത്തെ ക്ലാസ്സിൽ ഒരു കണക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്ദ്രനെ കാണണമെങ്കിൽ മുകളിലോട്ട് നോക്കണം അല്ലെ, ഉത്തരത്തിലോട്ട് നോക്കണം. അതേ കണക്ഷൻ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുമ്പോൾ ചന്ദ്രനെ കാണണമെങ്കിൽ എങ്ങോട്ട് നോക്കണം? മുകളിലോട്ട്, ഉത്തരത്തിലോട്ട് നോക്കണം എന്നുള്ള രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ ചന്ദ്രശേഖർ ആസാദ് ഉത്തർപ്രദേശ്. അപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് എല്ലാ വീഡിയോസും കാണുന്ന
കാണുന്നവരാണെങ്കിൽ ഈ കണക്ഷൻസ് ഒക്കെ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നോക്കുക, ചന്ദ്രശേഖർ ആസാദ് ഉത്തർപ്രദേശ്. അപ്പോൾ ചന്ദ്രനെ കാണണമെങ്കിൽ ഉത്തരത്തിലോട്ട് നോക്കുക. നമുക്ക് എല്ലാ വീഡിയോസിലും നമ്മൾ ഒരേ കണക്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓരോ സംസ്ഥാനങ്ങൾക്കും. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കുക, അടുത്തത് പുലിക്കെട്ട്. ഓക്കെ, പുലിക്കെട്ട് ആന്ധ്രാപ്രദേശ്. പുലിക്കെട്ടാണ് കേട്ടോ. പുലിക്കെട്ട് ആന്ധ്രാപ്രദേശിലാണ്. അടപ്പക ആന്ധ്രാപ്രദേശിലാണ്. കൊല്ലേര് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഇത് മൂന്നും കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്താണ് അതിൽ നിന്ന് കീവേഡ് എടുത്തത്? ആന്ധ്രാപ്രദേശ് എന്ന് എഴുതുമ്പോഴത്തേനും ഇങ്ങനെയാണ്. അപ്പം നമ്മൾ എന്ന് വായിച്ചല്ലേ, ആന്ധ്രാപ്രദേശ് എന്നുള്ളതിന് എന്ന് വായിച്ചു. അപ്പോൾ ആൺ എന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ഇവിടെയും കണക്ട് ചെയ്യാണ്. അപ്പോൾ പുലിക്കെട്ട്, പുലി എന്നൊക്കെ പറയുമ്പോഴത്തേനും ആണല്ലേ, പുലിമുരുകൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആണാണല്ലേ. അപ്പോൾ പുലി ആണുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ദെൻ അടപക ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ അടപക എന്ന് പറയുമ്പോഴത്തേനും അടിയും പകയും ഒക്കെ വരും അല്ലെ. പകയൊക്കെ മനസ്സിൽ വെച്ചിട്ട് അടിക്കാനും ഇടിക്കാനൊക്കെ പോകുന്നത് ആരാണ്? ആണുങ്ങളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ. അടിക്കാനും പകയൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്ന ആരാണ്? ആണുങ്ങളാണ്. അപ്പം ആണ് അതുമായിട്ട് കിട്ടി. ദെൻ കൊല്ലേര്, അതും അത് തന്നെയാണ്. അടിക്കാനും കൊല്ലാനൊക്കെ നടക്കുന്ന ആരാണ്? ആണുങ്ങളാണ് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ പുലി ആണാണ് അല്ലേ, പുലിമുരുകൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് ആണാണ്. അപ്പോൾ പുലി ആണുമായിട്ട് കണക്ട് ചെയ്യുക. അടപ്പക, അടിക്കാനും പകയൊക്കെ അല്ലേ, അടിയും പകയൊക്കെ കൊണ്ട് നടക്കുന്ന ആരാണ്? ആണുങ്ങളാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശ്. ദെൻ കൊല്ലേര്, കൊല്ലാൻ നടക്കുന്നത് ആരാണ്? ആണുങ്ങളാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശ്. ജസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊല്ലാൻ നടക്കുന്നത് ആണുങ്ങളാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊല്ലാനൊക്കെ നടക്കുന്ന ആരാണ്? ആണുങ്ങളാണ് എന്നുള്ള രീതിയിൽ ആന്ധ്രാപ്രദേശ് കിട്ടിയല്ലോ. അപ്പോൾ ഇത് മൂന്നും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പുലിക്കെട്ട് ആന്ധ്രാപ്രദേശ്, അടപ്പക ആന്ധ്രാപ്രദേശ്, കൊല്ലേര് ആന്ധ്രാപ്രദേശ് കിട്ടിയോ? അപ്പോൾ ഇതിലെല്ലാത്തിനെയും കണക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അടുത്തത് നോക്കാം. ഇവിടെ നോക്കാം, ബെൽഗാം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ബെൽഗാം എന്ന് പറയുമ്പോഴത്തേനും അവിടെ നിന്ന് നമുക്ക് ബെല്ല് കിട്ടും അല്ലേ. ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ കർണാടക അല്ലേ. നാടക എന്ന് പറയുമ്പോൾ നാടകം. ഓക്കെ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കർണം അല്ലെ, കാറൊക്കെ ആയിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ബെൽഗാം ആണ്. ബെൽഗാം ആയതുകൊണ്ട് നമുക്ക് ബെല്ലടിച്ചു കഴിഞ്ഞാൽ നാടകം തുടങ്ങും അല്ലെ. ബെല്ലടിച്ചു കഴിഞ്ഞാൽ നാടകം തുടങ്ങും എന്നുള്ള രീതിയിൽ കർണാടകയായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നാടകം അല്ലെ, കർണാടക. നാടകം തുടങ്ങുന്നത് എപ്പോഴാണ്? ബെല്ലടിച്ചു കഴിഞ്ഞാൽ നാടകം തുടങ്ങും എന്നുള്ള രീതിയിൽ കേട്ടോ. അതുപോലെ തന്നെ രംഗതിട്ട പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് നാടകമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ എടുക്കാം. നാടകം അല്ലെ, നമ്മൾ നാടകമൊക്കെ എഴുതുമ്പോൾ എങ്ങനെയാണ്? രംഗം 1, രംഗം 2, രംഗം 3 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എഴുതാം അല്ലെ. സീൻ 1, സീൻ 2 എന്ന് പറഞ്ഞിട്ട് രംഗം 1. അപ്പോൾ മലയാളത്തിൽ രംഗം എന്നാണ് പറയുക, നാടകത്തിൻ്റെ രംഗങ്ങൾ അല്ലേ. അപ്പോൾ രംഗതിട്ട കർണാടകം അല്ലെ, നാടകത്തിലെ രംഗം 1, രംഗം 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നാടകവും രംഗമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രംഗതിട്ട കർണാടകയായിട്ടൊന്ന് കണക്ഷൻ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ബെൽഗാം കർണാടക, രംഗതിട്ട കർണാടക. കർണാടക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നാടകമായിട്ട് കണക്ട് ചെയ്തു. ബെല്ലടിച്ചു കഴിഞ്ഞാലാണ് നാടകം തുടങ്ങുന്നത്. അതുപോലെ തന്നെ നാടകത്തിൽ എന്തുണ്ട്? രംഗം 1, രംഗം 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നാടകമായിട്ടൊന്ന് കണക്ഷൻ കൊടുക്കുക കേട്ടോ. ഇനി കർണാടകയിൽ തന്നെ മാണ്ഡ്യ ഉണ്ട് കേട്ടോ. മാണ്ഡ്യ അത് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് കർണാടകയിൽ കർണമായിട്ടാണ്. കർണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെവിയാണ് അല്ലേ. കർണം എന്ന് പറഞ്ഞാൽ ചെവിയാണ്. അപ്പോൾ നമ്മുടെ ചെവിയൊക്കെ കുറച്ച് ഔട്ടായി കഴിഞ്ഞാൽ നമ്മൾ വിളിയൊന്നും കേൾക്കില്ല. നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊന്നും കേട്ടില്ലെങ്കിൽ ആളുകൾ നമ്മൾ മണ്ടനാണെന്ന് പറയും, അല്ലെങ്കിൽ മണ്ടനാണെന്ന് പറയും. അപ്പം മാണ്ഡ്യ കർണാടക. ഓക്കെ, കർണം പോയി കഴിഞ്ഞാൽ മണ്ടനാണെന്ന് പറയാം അല്ലേ. മാണ്ഡ്യ കർണാടക. ആ ഒരു കണക്ഷൻ കൊടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ കർണാടകയിൽ വരുന്നതാണ്. ഞാൻ അവിടെ വിട്ടുപോയതുകൊണ്ട് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കർണാടകയിലാണ് മാണ്ഡ്യ വരുന്നത്. അപ്പോൾ കർണം പോയി കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ മണ്ടൻ എന്ന് വിളിക്കൂലേ ആളുകൾ. അപ്പോൾ മാണ്ഡ്യ കർണാടക. ഓക്കെ ആണല്ലോ. ഇനി ബാക്കിയുള്ളത് ബാക്കിറ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശ് നമ്മൾ കണക്ട് ചെയ്ത് എന്ത് വെച്ചിട്ടാണ്? ഉത്തരം അല്ലെ. ഉത്തർപ്രദേശ് ഉത്തരമായിട്ടാണ് നമ്മൾ ചന്ദ്രനെ കാണാൻ ഉത്തരത്തിലോട്ട് നോക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഉത്തർപ്രദേശ് ഉത്തരമാണ്. അപ്പോൾ ഈ ഉത്തരത്തിൽ വെച്ചിരിക്കുന്ന കാര്യം തന്നെ ഓർക്കാം. ബാക്കിറ എന്ന് പറയുമ്പോൾ നമുക്ക് ബേക്കറി ഐറ്റംസ് ഓർക്കാം അല്ലേ. ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കുഞ്ഞു കുട്ടികൾ കുറേ അധികം എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ അതിന് മുകളിലോട്ട് എത്താതിരിക്കാനായിട്ട് മുകളിലോട്ട് വയ്ക്കും അല്ലേ. അപ്പോൾ ഉത്തരത്തിലോട്ട് വയ്ക്കുമെന്ന് ഓർക്കാം. ഓക്കെ, ബേക്കറി ഐറ്റംസ് കുട്ടികൾ എടുക്കാതിരിക്കാൻ അമ്മമാർ എന്ത് ചെയ്യും? ഉത്തരത്തിലോട്ട് മുകളിലോട്ട് വയ്ക്കും അല്ലേ.
വെറുതെ എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉത്തരത്തിലോട്ട് മുകളിലോട്ട് എടുത്ത് വെക്കും എന്നുള്ള രീതിയിൽ ബാക്കിറ ഉത്തർപ്രദേശ്. കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അടുത്തത് ചിന്തമണികൾ. ചിന്തമണികൾ ഭക്ഷ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ് ചിന്തമണികൾ. അപ്പോൾ ബംഗാൾ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ബാഗുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ. ബാഗ് അല്ലെങ്കിൽ ബംഗാൾ എന്നല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ബംഗാൾ എന്ന് എഴുതുമ്പോഴത്തേനും ഇവിടെ ബെൻ ഉണ്ടല്ലേ, ബെൻ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ബെന്ന് വരുന്നുണ്ട്. അപ്പോൾ ബെൻസുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ബെൻസൊക്കെ വാങ്ങിക്കണമെങ്കിൽ ധാരാളം മണി കൊടുക്കണം അല്ലേ, നല്ല കാശ് വേണം അല്ലേ. ബംഗാൾ അല്ലെ, ബെൻസ് വാങ്ങിക്കണമെങ്കിൽ നല്ല പോലെ കാശ് വേണം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മണി പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ബാഗിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ബംഗാളും ബാഗുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ബംഗാൾ എന്ന് പറയുമ്പോൾ ബെൻ ഉണ്ടല്ലേ, ബെൻസുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ബെൻസ് വാങ്ങണമെങ്കിൽ നല്ല അത്യാവശ്യം നന്നായിട്ട് മണി വേണം എന്നുള്ള രീതിയിൽ ചിന്തമണികൾ ബംഗാളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ജയഗ്വാഡി മഹാരാഷ്ട്ര. ജയഗ്വാഡി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പം മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മഹാരാജാവുമായിട്ടാണ് കണക്ട് ചെയ്തത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ മഹാരാജാവിനെയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മഹാരാജാവ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, ജയിക്കും അല്ലെ. സഞ്ജയ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം മഹാരാജാവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ജയിക്കുന്ന ആളാണ്. അപ്പം ജയഗ്വാഡി. ഓക്കെ, ജയഗ്വാഡി മഹാരാഷ്ട്ര. മഹാരാജാക്കന്മാർ എപ്പോഴും ജയിക്കുന്ന ആൾക്കാരാണ്. അപ്പം ജയഗ്വാഡി കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കണക്ഷൻസും കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. ഇവിടെ നോക്കാം, വേദാന്തുങ്കൽ ചിത്രകുടി രണ്ടും സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് വേദാന്തുങ്കൽ ചിത്രകുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് വേദാന്തുങ്കൽ, വേദ എന്ന് പറയുമ്പോഴത്തേന് വേതാളം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം കേട്ടിട്ടുണ്ടോ? തമിഴിലൊരു സിനിമയുണ്ട് വേതാളം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ വേതാളം എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. അത് എന്ത് ചിത്രമാണ്? തമിഴാണ് അല്ലേ, തമിഴാണ്. അപ്പോൾ വേതാളം എന്ന് പറയുന്ന ചിത്രം തമിഴാണ് എന്നുള്ള രീതിയിൽ, തമിഴ് ചിത്രമാണ് എന്നുള്ള രീതിയിൽ വേദാന്തുങ്കലും ചിത്രകുടിയും തമിഴ്നാടാണ് എന്നുള്ളൊരു കണക്ഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കുക കേട്ടോ. സിനിമ കാണുന്നവരാണെങ്കിൽ അറിയുമായിരിക്കും. വേതാളം എന്ന് പറഞ്ഞിട്ട് തമിഴിലൊരു ഫിലിം ഉണ്ട് അല്ലേ, ജയം രവിയാണെന്ന് തോന്നുന്നു അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ വേതാളം എന്ന് പറയുന്നത് ചിത്രം തമിഴ്നാട്ടിലാണ് അല്ലെ, തമിഴിലാണ് എന്നുള്ളത്, തമിഴ് ചിത്രമാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ വേദാന്തുങ്കലും ചിത്രകുടിയും തമിഴ്നാട് കിട്ടുമല്ലോ. അടുത്തത് ഖബർവാസ് കേട്ടോ. ഖബർവാസ് ഹരിയാനയിലാണ്, ഖബർവാസ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഖപ്പ അല്ലെ, ഖപ്പർ എന്നാണ്. അപ്പോൾ ഖപ്പ എന്നുണ്ടല്ലേ, ഖപ്പ എന്ന് പറഞ്ഞപ്പോൾ കപ്പയായിട്ടൊന്ന് കണക്ട് ചെയ്യല്ലേ. കപ്പ എന്ന് പറയുമ്പോൾ കപ്പയായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ കപ്പയൊക്കെ നമ്മൾ എന്താണ് കറിയൊക്കെ വെക്കാനായിട്ട് അരിയും അല്ലെ, അരിഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ ഹരി കിട്ടുമെന്ന് നോക്കാം കേട്ടോ. വേറെ ഒരു കോഡും അവിടെ നിന്ന് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഖപ്പർവാസ്. ഗപ്പ എന്ന് പറയുമ്പോൾ കപ്പയായിട്ടൊന്ന് കണക്ട് ചെയ്യുക. കപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന് കിട്ടിക്കഴിഞ്ഞാൽ അരിയും അല്ലെ, അരിയും. അപ്പോൾ ഹരിയാന. ഓക്കെ, ദെൻ സുൽത്താൻപൂർ ഹരിയാന. പണ്ടത്തെ സുൽത്താൻമാരൊക്കെ ഇങ്ങനെ ആനയുടെ പുറത്ത് ഇരുന്ന് വരുന്ന ഒരു സീൻ ആലോചിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ സുൽത്താൻമാരൊക്കെ എവിടെയാണ് യാത്ര ചെയ്യുന്നത്? ആനയുടെ പുറത്താണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സുൽത്താൻപൂർ ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഓർക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കാം. അടുത്തത് ലങ്ടങ് മിസോറാം. ലങ്ടങ് പക്ഷി സങ്കേതം മിസോറാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, വന്യജീവി സങ്കേതം പഠിച്ചപ്പോൾ. ലങ്ടങ് എന്ന് പറയുമ്പോഴത്തേനും മിസോറാം, സോറോ. നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തേങ്ങും അല്ലേ, തേങ്ങി കരയും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സോറോ വരുമ്പോൾ അല്ലെ, വിഷമം വരുമ്പോൾ നമ്മൾ തേങ്ങും എന്നുള്ളതിൽ നിന്നും ലങ്ടങ് മിസോറാം എന്നുള്ളത് കണക്ഷൻ കിട്ടുമല്ലോ അല്ലേ. അടുത്ത നോക്കാം, ബിന്ദവാസ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്, ഹരിയാന. അപ്പോൾ ബിന്ദ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മലയാളത്തിലെ എന്താണ് ഒരു നടിയുണ്ട് അല്ലെ, ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ബിന്ദു പണിക്കർ ഏതോ ഒരു ഫിലിമിൽ ഇങ്ങനെ തിരിഞ്ഞോടുമ്പോഴത്തേനും ആനയായിട്ടൊന്ന് പറയുന്നുണ്ട് അല്ലെ, അവരെ കളിയാക്കിയിട്ട് ആനയുടെ ബാക്ക് പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ആനക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ, ആ കളിയാക്കൽ, ആ സീനൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ബിന്ദു പണിക്കരെയും ആനക്കുട്ടിയായിട്ട് കളിയാക്കുന്ന ആ ഒരു സീനൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിന്ദവാസും ഹരിയാനയും തമ്മിലൊന്ന് കണക്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സദാനന്ദൻ്റെ സമയം അങ്ങനെ ഏതാണ്ട് ദിലീപിൻ്റെ ചിത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ബിന്ദു പണിക്കരെ ആനയായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു കോമഡി പോലെ അല്ലെ ഒരു സീനിലുണ്ട്. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിന്ദവാസും ഹരിയാനയുമായിട്ട് ഒരു കണക്ഷൻ കിട്ടും അല്ലേ. അടുത്തത് മായാനി മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര വെച്ചിട്ടൊന്ന്
കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. മായാനി മഹാരാഷ്ട്ര. ദെൻ അടുത്ത് ചിൽക്ക ഒഡീഷയിലാണ്. അത് കണക്ഷൻ കിട്ടാനായിട്ട് ഒഡീഷ എന്ന് പറയുമ്പോൾ ഒഡീസി എന്ന് പറയുന്നത് ഒരു നൃത്തരൂപമാണ് അല്ലേ. ഒഡീസി നൃത്തരൂപമാണ്. അപ്പോൾ നൃത്തമൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചിലങ്ക വേണം അല്ലേ. ചിലങ്ക. അപ്പോൾ ചിൽക്ക. ഓക്കെ, ഒഡീസി നൃത്തമാണ്. നൃത്തം ചെയ്യണമെങ്കിൽ ചിലങ്ക വേണം. ചിൽക്കയായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ചിൽക്ക ഒഡീഷയിലാണെന്ന് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനും നല്ല കോഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ കോഡ്സ് ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.